നമസ്കാരം. ഇന്ന് പത്രം ആദ്യം എടുത്ത് നോക്കിയപ്പോൾ ദ ഹിന്ദു, അതിലാദ്യത്തെ പേജിൽ ഒരു പരസ്യമാണ്. ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് ആക്സിലറേറ്റഡ് ഗ്രോത്ത് അൺലീഷ്ഡ് അറ്റ് ദ സമ്മിറ്റ് ടുഡേ. താഴോട്ട് നോക്കി, എന്താണ് ബംഗാൾ ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റ്. അതിനകത്ത് കുറേ പ്രോഗ്രാംസ് അവർ പറയുന്നുണ്ട്. ഗ്ലോബൽ ഇനോഗ്രൽ സെഷനുണ്ട്, അങ്ങനെ കുറേ മൾട്ടി സെക്ടറൽ എൻഗേജ്മെൻറ്റ്സ്, സ്പെസിഫിക് കൺട്രി സെഷൻസ്, ബിസിനസ് ഡിസ്കഷൻസ്, വാലിഡേറ്ററി സെഷൻ വിത്ത് MOUs ആൻഡ് അനൗൺസ്മെൻറ്റ്സ്, അങ്ങനെ കുറേ പറയുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളും അവരുടെ വ്യാവസായിക ഡെവലപ്മെൻറ്റ്സ് കാണിച്ച് നമ്മുടെ പത്രത്തിൽ പരസ്യം നൽകുന്നു. നമ്മൾ കേരളീയർ, വിദ്യാഭ്യാസമുള്ളവർ, എല്ലാ മേഖലയിലും വൈദഗ്ധ്യം തെളിയിക്കുന്നവർ. ഇവിടെ എന്താ വ്യവസായം നടക്കുന്നത്? ഒരു വ്യവസായി ഒരു ജീവിതകാലം മുഴുവൻ വേർപ്പൊഴുക്കി പണം കൊണ്ട് ഒരു പ്രവാസി ഇവിടെ വ്യവസായം തുടങ്ങിയാൽ അത് അവൻ്റെ ആത്മഹത്യയിലായിരിക്കും അവസാനിക്കുക. അടുത്ത മാസം മുതൽ കൊടിയും കെട്ടി സമരം തുടങ്ങും, ആ വ്യവസായം തളർത്തുന്നത് വരെ. ഒരു ഫാക്ടറി തുടങ്ങാനുള്ള അനുമതിക്ക് വേണ്ടി അവൻ ഗവൺമെൻറ് ഓഫീസുകളിൽ കയറി ഇറങ്ങി അവൻ ജീവിതം അവസാനിപ്പിക്കും. ഇതല്ലേ കേരളത്തിൽ നടക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇവിടെ ഡെവലപ്മെൻറ്റ് വേണം. ബിസിനസ് പഠിക്കാനായിട്ട്, വ്യവസായം പഠിക്കാനായി കോടികൾ മുടക്കി നമ്മുടെ രാഷ്ട്രീയക്കാർ അന്തർദേശീയ യാത്രകൾ നടത്തുന്നു. പക്ഷേ ഇവിടെയാണെങ്കിലോ ഒരു തരം വ്യവസായങ്ങളുമില്ല. ഉള്ള വ്യവസായികൾ ജീവനിൽ ഭയന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്തു. നല്ല വാർത്തയല്ലേ? നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇതുപോലൊരു വാർത്ത? വ്യവസായവൽക്കരണം, കേരളത്തിൻ്റെ വ്യവസായവൽക്കരണം പറ്റുമോ? എപ്പോഴെങ്കിലും പറ്റുമോ? ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ വ്യവസായം തുടങ്ങാൻ പറ്റുമോ? സ്ഥിരമായി ഒരു വ്യവസായിയെ നല്ല രീതിയിൽ ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരിക്കലും വികസനത്തിന് നേരായിട്ട് നിൽക്കുന്ന, വികസനത്തിനെ അനുകൂലിക്കുന്ന ഒരു സർക്കാരോ രാഷ്ട്രീയക്കാരോ അല്ല നമുക്കുള്ളത്. അപ്പം നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മൾ സമാധാനപ്പെട്ട് ജീവിക്കുക. ഓക്കെ.